Hi everyone, I welcome you all for today's session. So, in today's session, we are going to start a new lesson in Unit 2 as we have completed with our poem in Unit 2. Okay, നമ്മൾ ഇന്ന് പുതിയ ലെസൺ തുടങ്ങാൻ പോവാണ് യൂണിറ്റ് 2. Okay, yes, the lesson name is The Little Fir Tree. Okay, read along with me. The lesson name is The Little Fir Tree. ഓക്കെ, ഹാവ് യു സീൻ എ ഫിർ ട്രീ? നിങ്ങൾ ഫിർ ട്രീ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഇൻ അവർ സ്കൂൾ വി ഹാവ് 2 ഫിർ ട്രീസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് മറ്റുള്ള ട്രീ പോലെയല്ല, ഈ ട്രീയുടെ ലീവ്സ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നീഡിൽസ് പോലെയായിരിക്കും. ഓക്കെ, ദ ലീവ്സ് ഓഫ് ദീസ് ട്രീസ് വിൽ ബി ലൈക്ക് നീഡിൽസ്. ആൻഡ് ദിസ് ലെസൺ ഈസ് എബൌട്ട് ദിസ് ഫിർ ട്രീ. ഓക്കെ, നമ്മുടെ ഈ ലെസൺ ഈ ഫിർ ട്രീനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ. Okay, now let's start our story. Shetty, the magician, was returning home. Okay, so in this story we have a character named Shetty. Okay, he is a magician. Okay, Shetty എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ സ്റ്റോറിയിലുണ്ട്. He is a magician and he was returning home. Shetty എന്ന് പറഞ്ഞൊരു magician returning home, വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. Okay. When all of a sudden it began to rain. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? Yes, it started raining. I think you understood. Shetty was a magician and he was returning home. Okay, and suddenly it started raining. Okay. It rained heavily. അതായത് ചെറിയ മഴയല്ല, നല്ല ശക്തമായ മഴ. Okay, it rained heavily. Shetty looked around for shelter and saw a pretty little fir tree. Okay, so this Shetty need a shelter. ശക്തമായ മഴ പെയ്തപ്പോൾ ഷെട്ടിക്ക് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തണൽ വേണമായിരുന്നു. സോ ഹി ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റിലും നോക്കിയപ്പോൾ അവിടെ എന്താ കണ്ടത്? a little fir tree. Okay, he ran towards it as fast as he could. റാൻ എന്ന് പറഞ്ഞാൽ ഓടി. എവിടേക്കാണ് ഓടിയത്? ആ ലിറ്റിൽ ഫിർ ട്രീയുടെയൊക്കെ അടുത്തേക്ക് എത്ര വേഗം ഓടാൻ പറ്റും അത്ര പെട്ടെന്ന് വേഗം ഓടി. സൂൺ ദ റെയിൻ സ്റ്റോപ്ഡ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? റെയിൻ സ്റ്റോപ്ഡ്, മഴ നിന്നു. ഷെട്ടി വാസ് ഹാപ്പി ദാറ്റ് he did not get wet. സോ ഹിയർ ദ ഷെട്ടി വാസ് ഹാപ്പി. ഷെട്ടി ഹാപ്പിയായി. റീസൺ എന്താണ്? ആ മഴയത്ത് നനയാതെ ലിറ്റിൽ ഫിർ ട്രീയുടെ അടിയിൽ നിന്നതുകൊണ്ട്, അതിൻ്റെ തണലിൽ നിന്നതുകൊണ്ട് ഹി ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ആൻഡ് ദ ഷെട്ടി വാസ് ഹാപ്പി. ദെൻ ഷെട്ടി സെയിങ് താങ്ക്സ് ടു ഫിർ ട്രീ. താങ്ക് യു, യു ഹാവ് ബീൻ കൈൻഡ് ടു മീ. നീ എന്നോട് ദയ കാണിച്ചു. യു ഹാവ് ബീൻ കൈൻഡ് ടു മീ, സോ ഐ എം വെരി താങ്ക്ഫുൾ ടു യു. ഐ വുഡ് ലൈക്ക് ടു റിവാർഡ് യു. ഞാൻ നിനക്ക് അതിനുള്ളൊരു പ്രതിഫലം തരാൻ ആഗ്രഹിക്കുന്നു. റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം. സോ ഐ വുഡ് ലൈക്ക് ടു റിവാർഡ് യു. ആസ്ക് ഫോർ വിഷസ് ആൻഡ് ഐ വിൽ ഗ്രാൻഡ് ദെം. നീ നിനക്ക് ആഗ്രഹമുള്ള 4 വിഷസ്, 4 ആഗ്രഹങ്ങൾ എന്നോട് ചോദിക്കാം, അത് നിനക്ക് ഞാൻ സാധിപ്പിച്ചു തരും. ഐ വിൽ ഗ്രാൻഡ് ദെം. ഓക്കെ, സോ ദ സാഡ് ഫിർ ട്രീ ഹാഡ് ലീവ്സ് ലൈക്ക് നീഡിൽസ്. സോ ഐ ഹാവ് ഓൾറെഡി സെഡ് ഈ ഫിർ ട്രീയുടെ ലീവ്സ് എങ്ങനെയായിരിക്കും? നീഡിൽസ് പോലെയായിരിക്കും. സോ അതിൻ്റെ ആ നീഡിൽസ് പോലത്തെ ലീവ്സിൽ ദ ഫിർ ട്രീ വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ഓക്കെ, വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പി? ബിക്കോസ് നോ ബേർഡ്സ് എവർ മെയ്ഡ് ദയർ നെസ്റ്റ്സ് ഓൺ ഇറ്റ്. അതിൻ്റെ ലീവ്സ് നീഡിൽസ് പോലെ ആയതുകൊണ്ട് മറ്റുള്ള ട്രീസിലൊക്കെ ബേർഡ്സ് പോയി നെസ്റ്റൊക്കെ ഉണ്ടാക്കും. പക്ഷേ തൻ്റെ ഫിർ ട്രീയിൽ മാത്രം അങ്ങനെ ബേർഡ്സ് ഒന്നും നെസ്റ്റ് ഉണ്ടാക്കില്ല. സോ ഇറ്റ് സെഡ്, I wish I had green leaves like my other friends. So this fir tree wished for the trees like others. Okay, മറ്റുള്ള ട്രീ പോലെ നല്ല ഒരു ലീവ്സൊക്കെ ഉള്ള ട്രീ ആവണം എന്നുള്ളൊരു വിഷായിരുന്നു ആദ്യത്തേത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് മോർണിംഗ് ഇറ്റ്സ് വിഷ് വാസ് ഗ്രാൻറ്റഡ്. നെക്സ്റ്റ് മോർണിംഗ് എന്തായി?
അതിൻ്റെ വിഷ് സഫലമായി. എന്തായി? യെസ്, the fig tree changed into a normal tree. fig tree എന്തായി? മറ്റുള്ള ട്രീ പോലെ തന്നെ ആയി. നീഡിൽസ് ഒന്നും അല്ലാത്ത നോർമൽ ലീഫൊക്കെ ആയിട്ടുള്ള ഒരു നോർമൽ ട്രീ. ഓക്കെ, so what happened? Soon a goat came along and ate all the green leaves. എന്താ സംഭവിച്ചത്? അതിലൂടെ വന്ന ഒരു ഗോട്ട് എന്ത് ചെയ്തു? ഈ ഫിഗ് ട്രീ നോർമൽ ട്രീ ആയിട്ട് മാറിയില്ലേ, ആ ട്രീയിലത്തെ എല്ലാ ലീവ്സും ഗോട്ട് കഴിച്ചു. സോ ഗോട്ട് ate all the leaves and the fig tree was sad. Oh dear, said the fig tree, because it all leaves were eaten by the goat. Then his next wish was, I wish I had gold leaves, as goats do not eat gold leaves. രണ്ടാമത്തെ വിഷ് എന്തായിരുന്നു? എനിക്ക് ഗോൾഡൻ ലീവ്സ് മതിയായിരുന്നു, എന്നാൽ ഈ ഗോട്ടൊന്നും ഗോൾഡൻ ലീവ്സ് കഴിക്കില്ലല്ലോ. സോ when the little fig tree woke up next morning, what happened? രണ്ടാമത്തെ വിഷും സഫലമായി. നെക്സ്റ്റ് ഡേ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നു. നെക്സ്റ്റ് ഡേ തന്നെ എന്തായി? ആ ഫിഗ് ട്രീ ഗോൾഡൻ ലീവ്സ് ആയിട്ടുള്ള ട്രീ ആയിട്ട് മാറി. How happy I am, it said, because the fig tree was very happy. അതിൻ്റെ ട്രീയിലത്തെ ലീവ്സൊക്കെ എന്തായി? ഗോൾഡൻ കളറായി. So the little fig tree was very happy and he said, how happy I am. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. What happened then? A man came along and stole all the gold leaves. എന്താ സംഭവിച്ചത്? ഒരു മാൻ അതിലൂടെ പാസ് ചെയ്തപ്പോൾ ഈ ട്രീ നല്ല ഗോൾഡൻ ലീവ്സ് ആയിട്ടിരിക്കണ കണ്ടപ്പോൾ ആ ആൾ എന്ത് ചെയ്തു? എല്ലാ ലീവ്സും ആ മാൻ കൊണ്ടുപോയി. കള്ളൻ ആ ഗോൾഡൻ ലീവ്സ് ഒക്കെ കൊണ്ടുപോയി. സോ അഗെയിൻ വാട്ട് ഹാപ്പൻ? The fig tree was sad and he wished for another one. I wish I had glass leaves instead. Men do not steal glass leaves. എനിക്ക് ഗ്ലാസ് ലീവ്സ് മതിയായിരുന്നു, എന്നാൽ പിന്നെ ആരും അത് കട്ടുകൊണ്ട് പോവില്ലല്ലോ, ആരും അത് മറ്റുള്ളവർ വന്ന് എന്നെ മോഷ്ടിച്ചുകൊണ്ടൊന്നും പോവില്ലല്ലോ. സോ എനിക്ക് ഗ്ലാസ് ലീവ്സ് മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു. So again what happened? The next day its glass leaves shone in the bright sun. അങ്ങനെ ആഗ്രഹം സഫലമായി. നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം എന്താ സംഭവിച്ചത്? ആ ഗ്ലാസ് ലീവ്സൊക്കെ ബ്രൈറ്റ് സണ്ണിൽ കിടന്ന് തിളങ്ങി. Again the little fig tree was very happy and he said, how happy I am. ഞാൻ വളരെ ഹാപ്പിയാണ്, ബിക്കോസ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചില്ലേ. ഫസ്റ്റ് അത് നോർമൽ ട്രീ ആവണമെന്ന് ആഗ്രഹിച്ചു. ഇറ്റ് ഓൾസോ കെയിം ട്രൂ. ബട്ട് ഗോട്ട് അതൊക്കെ കഴിച്ചത് കൊണ്ട് സെക്കൻഡ് ഗോൾഡൻ ലീവ്സ് വേണമെന്ന് ആഗ്രഹിച്ചു. ബട്ട് അതും അതിലൂടെ വന്ന മാൻ അതൊക്കെ മോഷ്ടിച്ചോണ്ട് പോയതുകൊണ്ട് തേർഡ് വിഷ് വാസ് ടു ബി ഗ്ലാസ് ലീവ്സ്. ഓക്കെ, അങ്ങനെ അതും സാധിച്ചു. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി. And you know what happened at that night? Yes, at night the wind blew. ആ രാത്രി എന്താ സംഭവിച്ചത്? നല്ല ശക്തമായ കാറ്റ് വീശി. ഓക്കെ, the wind blew. And what happened to the glass leaves? All the glass leaves broke. എന്താ സംഭവിച്ചത്? ആ കാറ്റടിച്ചതിൽ എല്ലാ ഗ്ലാസ് ലീവ്സും പൊട്ടിപ്പോയി. ഓക്കെ. Oh dear, said the fig tree. Again the fig tree was very sad because all its leaves got broken in the wind. അങ്ങനെ 3 വിഷസും കഴിഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് വിഷ് എന്തായിരുന്നു? I like my old needle like leaves best. അങ്ങനെ അവസാനം തൻ്റെ പഴയ നീഡിൽ ലൈക്ക് ലീവ്സ് തന്നെ മതി എന്ന് ആഗ്രഹിച്ചു. ഐ ലൈക്ക് മൈ ഓൾഡ് നീഡിൽ ലൈക്ക് ലീവ്സ് ബെസ്റ്റ്. അത് തന്നെയാണ് എനിക്ക് നല്ലത് എന്ന് ആഗ്രഹിച്ചു. ഓക്കെ, ഫോർ ഗോഡ്സ് ഡു നോട്ട് ഈറ്റ് ദെം. അല്ലേ, എൻ്റെ പഴയ പോലത്തെ ഓൾഡ് ലീവ്സ് ആണെങ്കിൽ, നീഡിൽ ലൈക്ക് ലീവ്സ് ആണെങ്കിൽ അത് ആര് കഴിക്കില്ല? ഗോഡ്സ് കഴിക്കില്ല. നോ മാൻ ക്യാൻ സ്റ്റീൽ ദെം. മാത്രമല്ല അങ്ങനെ ഒരു നീഡിൽ ലൈക്ക് ലീവ്സ് ആണെങ്കിൽ
ഒരാളും അത് മോഷ്ടിച്ചുകൊണ്ട് പോവില്ല. സോ നോ മാൻ ക്യാൻ സ്റ്റീൽ ദം. അഗെയിൻ ദ വിൻഡ് വിൽ ഡു ദം നോ ഹാം. അതുപോലെ കാറ്റടിച്ചാലും എൻ്റെ ലീഫിന് ഒന്നും സംഭവിക്കില്ല അല്ലേ. നോർമൽ ട്രീ ആണെങ്കിൽ ഗോട്ട് വന്ന് അത് കഴിക്കും. ഇനി ഗോൾഡൻ ലീവ്സ് ആണെങ്കിലോ ആൾക്കാർ വന്ന് അത് മോഷ്ടിച്ചുകൊണ്ട് പോവും. ഇനി ഗ്ലാസ് ലീവ്സ് ആണെങ്കിലോ അത് വിൻഡൊക്കെ വന്നാൽ അത് പൊട്ടിപ്പോവും. സോ എനിക്ക് എൻ്റെ പഴയ ലീഫ് തന്നെയാണ് നല്ലതെന്ന് ആഗ്രഹിച്ചു. സോ ദിസ് fir tree thinks that the old needle like leaves is best for me. ഓക്കെ, തൻ്റെ പഴയ ലീഫ് തന്നെയാണ് നല്ലതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് the tree went to sleep. The tree went to sleep. The fir tree വീണ്ടും ഉറങ്ങാൻ പോയി. When it woke up the next morning, എന്താ സംഭവിച്ചത്? പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ ഇറ്റ് ഹാഡ് ഓൾ ഇറ്റ്സ് നീഡിൽസ് ബാക്ക് അഗെയിൻ. അതിൻ്റെ പഴയ നീഡിൽ ലൈക്ക് സ്ലീവ്സ് ഒക്കെ അതിന് തിരിച്ചു വന്നു. ബിക്കോസ് ഇറ്റ് വാസ് എ ഫോർത്ത് വിഷ് അല്ലേ. മെജീഷ്യൻ എന്താ പറഞ്ഞത്? 4 വിഷസ് ആണ് പറഞ്ഞത്. അപ്പോൾ ആ 4th വിഷായിരുന്നു നീഡിൽ ലൈക്ക് ലീവ്സ്. അപ്പോൾ അതും തിരിച്ചു വന്നു. ഹോ, I never was so happy, said the little fir tree. ഞാൻ ഇങ്ങനെ ഇതിന് മുന്നേ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഫസ്റ്റ് വിഷ് എന്തായിരുന്നു? നോർമൽ ട്രീയുടെ ഇപ്പോൾ ഒരു ലീഫ് വേണമെന്ന്. ആൻഡ് ദ സെക്കൻഡ് വിഷ് എന്തായിരുന്നു? ഗോൾഡൻ ലീഫ് വേണമെന്ന്. തേർഡ് വിഷ് എന്തായിരുന്നു? യെസ്, ഗ്ലാസ് ലീവ്സ് വേണമെന്ന്. ആൻഡ് ദ ലാസ്റ്റ് വിഷ് വാസ് തൻ്റെ നോർമൽ ലീഫ്, അതായത് നീഡിൽ ലൈക്ക് ലീഫ് തന്നെ മതി എന്നായിരുന്നു ലാസ്റ്റ് വിഷ്. ഓക്കെ, ആൻഡ് ഹി വാസ് ഹാപ്പി വിത്ത് ദിസ് നീഡിൽ ലൈക്ക് ലീവ്സ് അറ്റ് ലാസ്റ്റ്. ഓക്കെ, സോ ഐ തിങ്ക് ദ സ്റ്റോറി ഈസ് വെരി ക്ലിയർ. ഇതിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടെന്ന് എന്താണെന്ന് മനസ്സിലായോ? ഈ സ്റ്റോറിയിലൊരു മെസ്സേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ദൈവം തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആവണം. എപ്പോഴും മറ്റുള്ളവരെ പോലെ ആവാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി ആവുക. നമുക്ക് നമ്മുടേതായ കഴിവുകൾ ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആവണം. ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആവാനോ ഒന്നും ആഗ്രഹിക്കരുത്. അതാണ് ഈ സ്റ്റോറിയുടെ കണ്ടന്റ്. അണ്ടർസ്റ്റുഡ്? Now let me read this lesson. You please open your book and start reading along with me. The Little Fir Tree. Shetty the magician was returning home when all of a sudden it began to rain. It rained heavily. Shetty looked around for shelter and saw a pretty little fir tree. He ran towards it as fast as he could. Soon the rain stopped. Shetty was happy that he did not get wet. "Thank you. You have been kind to me. I would like to reward you. Ask for 4 wishes and I will grant them," said the magician. The sad fir tree had leaves like needles, and no birds ever made their nests on it. So it said, "I wish I had green leaves like my other friends." Next morning, its wish was granted. Soon a goat came along and ate all the green leaves. "Oh dear," said the fir tree, "I wish I had gold leaves, as goats do not eat gold leaves." When the little fir tree woke up the next morning, it was surprised to see gold leaves. "How happy I am," it said. A man came along and stole the gold leaves. "I wish I had glass leaves instead." Men do not steal glass leaves. The next day, its glass leaves shone in the bright sun. "How happy I am," it said.
At night, the wind blew. All the glass leaves broke. Oh dear, said the fir tree. I like my old needle like leaves best, for goats do not eat them, no man can steal them, the wind will do them no harm. The tree went to sleep. When it woke up the next morning, it had all its needles back again. Oh, I never was so happy, said the little fir tree. I hope you all read this lesson along with me. So, you should not close your book. You should read this lesson 2 times after watching this session. Okay? Now it's time for me to give you an activity. The activity is on the page number 27. So let me read the activity first. Tick the correct answers. So for each question they have given 3 answers. You should tick the correct answers. Okay. First one, the pretty little fir tree was happy with gold leaves. But options, a goat came along and ate them. All the leaves got wet in rain. A man stole them. And the second one, the fir tree was sad. And the options are because it had yellow leaves, because it had needle-like leaves, because it was very short. And the third one, the fir tree was not happy with gold leaves. And the options are because the goats came and ate them up, a man stole them, the gold leaves broke. Okay, you should tick the correct answers. So, it's time to wind up. Don't forget to read the lesson 2 times. Thank you. See you soon.